Film genre part 8. Today we are doing mythological films. Mythological films. What is a myth? Myth constitutes a body of stories which explain the nature, history and customs of a particular group of people. That is what is myth. Myth constitutes or comprises or includes a body of stories which explain the nature, history and customs of a particular group of people. ഒരു പ്രത്യേക ജനസമൂഹത്തിൻ്റെ ആചാരമര്യാദകൾ, ചരിത്രം, സ്വഭാവം അവയെ വിശദീകരിക്കുന്ന, അവയിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കൂട്ടം കഥകളാണ് മിത്ത് എന്ന് പറഞ്ഞാൽ. ഒരു കൂട്ടം കഥകൾ അതെന്തിലേക്കാണ് വെളിച്ചം വീശുന്നത്? ദേ ത്രോ ലൈറ്റ് ഓൺ ദി നേച്ചർ, ഹിസ്റ്ററി ആൻഡ് കസ്റ്റംസ് ഓഫ് എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. It is a vital feature of every culture. You know, myth is a vital culture, lively culture, an energetic feature, vital feature or energetic characteristic of every culture. ഏത് സംസ്കാരത്തിൻ്റെയും ജീവസുറ്റ ഒരു സവിശേഷതയാണ് മിത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ വൈറ്റൽ ഓർ ലൈവ്ലി ഫീച്ചർ ഓഫ് എവരി കൾച്ചർ. എവരി കൾച്ചർ ഹാസ് മിത്സ്. ഇറ്റ് ഇസ് എ lively or energetic or vital feature of every culture. The word mythology appears in Plato in a general term which refers to fiction or storytelling. സോക്രട്ടീസിൻ്റെ ശിഷ്യനായ സോക്രട്ടീസിൻ്റെ ശിഷ്യനായ പ്ലേറ്റോ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ അരിസ്റ്റോട്ടിൽ. ഈ പ്ലേറ്റോയുടെ സിദ്ധാന്തം അനുസരിച്ച്, അല്ലെങ്കിൽ പ്ലേറ്റോയുടെ അഭിപ്രായത്തിൽ, ഈ മിഥോളജി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണക്കാക്കിയിരുന്നത് ഫിക്ഷൻ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന പൊതുവായ അർത്ഥത്തിലാണ് ഈ മിഥോളജിയെ അല്ലെങ്കിൽ മിഥോളജിയെ പ്ലേറ്റോ കണക്കാക്കിയിരുന്നത്. ദി വേർഡ് മിഥോളജി അപ്പിയേഴ്സ് ഇൻ പ്ലേറ്റോ ആസ് എ ജനറൽ ടേം വിച്ച് റെഫേഴ്സ് ടു ഫിക്ഷൻ ഓർ സ്റ്റോറി ടെല്ലിംഗ് ഓഫ് എനി കൈൻഡ്. ഏതെങ്കിലും തരത്തിലുള്ള കഥ പറച്ചിൽ അല്ലെങ്കിൽ ഫിക്ഷൻ, അതിനെയാണ് പ്ലേറ്റോ മിഥോളജി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. ദി ബോഡി ഓഫ് കളക്റ്റഡ് മിത്സ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ റെഫേർഡ് ടു as mythology. What is mythology? The body of collected myths. The body, the group or the body of collected myths of a group of people are referred to as mythology. മിഥോളജി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം, ഒരു സമൂഹത്തിൻ്റെ ഒരു കൂട്ടം ആളുകളുടെ കളക്റ്റഡ് മിസ്, അവരുടെ സംസ്കാരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, അവരുടെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കളക്റ്റഡ് മിസ്സിനെയാണ് പൊതുവെ മിഥോളജി എന്ന് പറയുന്നത്. ദി ബോഡി ഓഫ് മിത്സ് ഓഫ് എ കളക്റ്റഡ് group of people are referred to as mythology. Myths are often regarded as historical or obsolete by modern society. നമ്മുടെ ആധുനിക സമൂഹം മിത്തിനെ എങ്ങനെയാണ് കരുതുന്നത്? മിത്തിനെ ചരിത്രം അല്ലെങ്കിൽ പഴഞ്ചൻ കഥ, ആ രീതിയിലാണ് മിത്തിനെ തള്ളിക്കളയുന്നത് അല്ലെങ്കിൽ പരിഗണിക്കുന്നത്. അങ്ങനെയാണ് മോഡേൺ സൊസൈറ്റി. സോ മിത്സ് ആർ ഓഫൺ റിഗാർഡഡ് ആസ് ഹിസ്റ്റോറിക്കൽ or obsolete, very old, very ancient by modern society. Literature, film and popular music helped the dissemination of myths to a larger audience. You know, the literature, films, popular music, the music which is spread among the people, the music that is liked by the people, popular music, helped the dissemination. These things, these branches helped the dissemination or spreading of myths to a larger audience. Myths to a larger audience. ഒരു വലിയ ഓഡിയൻസിലേക്ക് ഈ മിത്തുകളെ കൊണ്ടെത്തിച്ച ഘടകങ്ങൾ, അല്ലെങ്കിൽ ആ 3 ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ, 1 സാഹിത്യം, 2 സിനിമ, 3 പോപ്പുലർ മ്യൂസിക്, ഇവയാണ് ജനങ്ങൾക്കിടയിലേക്ക് മിത്തുകളെ കൊണ്ടെത്തിച്ചത്.
So which are the three factors or components that disseminated or spread or cast myths among the people of a larger audience? Literature, film and popular music helped the dissemination means spreading of myths to a larger audience. Film as an art form reflected the ideals and norms of the society to which it belongs. Film is of course an art form that everybody knows. Film as an art form, ഫിലിം എന്ന് പറയുന്ന നല്ലൊരു കലാരൂപമാണല്ലോ. ഈ സിനിമ എന്ന് പറയുന്ന കലാരൂപം എന്ത് ചെയ്യുന്നു? ഫിലിം റിഫ്ലക്ട്സ് ദി ഐഡിയൽസ് ആൻഡ് നോംസ്. ആദർശങ്ങളും വ്യവസ്ഥകളും അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസും റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഏതിൻ്റെ? ഓഫ് ദി സൊസൈറ്റി ടു വിച്ച് ഇറ്റ് ബിലോങ്സ്. ഈ സിനിമ ഭാഗഭാക്കായിട്ടുള്ള സിനിമ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ നോംസിനെയും ഐഡിയൽസിനെയുമാണ് സിനിമ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഫിലിം ആസ് ആൻ ആർട്ട് ഫോം റിയലി റിഫ്ലക്ട്സ് ദി ഐഡിയൽസ് ആൻഡ് നോംസ് ഓഫ് ദി സൊസൈറ്റി ടു വിച്ച് ഇറ്റ് ബിലോങ്സ്. ദി ബേസിസ് ഓഫ് മോഡേൺ സ്റ്റോറി ടെല്ലിംഗ് ഇൻ സിനിമ ആൻഡ് ടെലിവിഷൻ ഈസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ദി mythological tradition. The foundation, the basis of storytelling in cinema as well as television is deeply rooted in the mythological tradition. സിനിമയിലും ടെലിവിഷനിലും ഈ കഥ, സിനിമയുടെ കഥ അല്ലെങ്കിൽ സീരിയലുകളുടെ കഥ അല്ലെങ്കിൽ ടെലിഫിലിമിൻ്റെ കഥ പറയുന്ന രീതി തന്നെ മിത്തുകളുടെ പാരമ്പര്യം പോലെയാണ്. കഥ പറയുന്ന രീതി, മിത്തുകൾ എങ്ങനെയാണോ നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നത്, കഥ പറയുന്നത് പണ്ട് എന്നതുപോലെ ആ ഒരു രീതിയിലാണ് പല സിനിമകളിലും അതുപോലെ ടെലിവിഷനിലും കഥകൾ ആരംഭിക്കുന്നതും പോകുന്നതും അവസാനിക്കുന്നതും. അപ്പം മിത്തുകളും ഈ കഥ പറച്ചിലും തമ്മിൽ അഭേദ്യമായ അല്ലെങ്കിൽ ഇഴപിരിക്കാനാകാത്ത ബന്ധമുണ്ട്. വി ക്യാൻ സീ ദാറ്റ്. സോ മിത്സ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ഇൻ ദി മോഡേൺ സൊസൈറ്റി have a deep binding relationship. ആഴത്തിൽ വേരോടിയ ഡീപ്പ് റൂട്ടഡ് റിലേഷൻഷിപ്പ് ഈസ് ദർ ബിറ്റ്വീൻ ദി മോഡേൺ സ്റ്റോറി ടെല്ലിംഗ് ഇൻ സിനിമ ആൻഡ് ടെലിവിഷൻ ആസ് വെൽ ആസ് ദി മിത്സ് വിച്ച് ഹാവ് ബീൻ സ്പ്രെഡ് ഇൻ അവർ സൊസൈറ്റി. സോ ദി ബേസിസ് ഓഫ് മോഡേൺ സ്റ്റോറി ടെല്ലിംഗ് ഇൻ സിനിമ ആൻഡ് ടെലിവിഷൻ ഈസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ദി mythological tradition. The mythological archetypes means examples. The mythological archetypes like battles between gods and demons, gods creation stories and cautionary tales regarding the abuse of technology form the subject matter of films. See, the mythological archetypes, mythological examples like battles between gods and demons, ദേവന്മാർ തമ്മിലുള്ള യുദ്ധങ്ങൾ, ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധങ്ങൾ, ആൻഡ് ഓൾസോ ക്രിയേഷൻ സ്റ്റോറീസ്, സൃഷ്ടിയുടെ കഥകൾ, ആൻഡ് ഓൾസോ കേഷണറി സ്റ്റോറീസ്, നമ്മളെ ഒരു എന്താ പറയുന്ന ഒരു സന്മാർഗ ഉപദേശം നൽകുന്ന കഥകൾ, നമുക്കൊരു കോഷൻ നൽകുന്ന, നമുക്കൊരു ജാഗ്രത നൽകുന്ന കഥകൾ. കോഷണറി സ്റ്റോറീസ് റിഗാർഡിങ് ദി ടെക്നോളജി the above technology form the subject matter of so many films that prevail in our society. നമ്മുടെ സമൂഹത്തിലുള്ള ഫിലിംസിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പല ടെക്നോളജി ഉപയോഗിക്കുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പറയുന്നത്, അതല്ലെങ്കിൽ ദേവന്മാർ തമ്മിലുള്ള യുദ്ധം, ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം, ക്രിയേഷൻ സ്റ്റോറീസ്, അങ്ങനെ മിത്തുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ കഥകൾ, ദായകമായ അല്ലെങ്കിൽ സാരോപദേശങ്ങൾ അടങ്ങിയ കഥകളൊക്കെ നൽകുന്നത് ഈ മിത്തുകളിലൂടെയാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള മിത്തോളജിക്കൽ സ്റ്റോറീസാണ് സിനിമകൾക്ക് വിഷയമായി മാറുന്നത്. സിനിമകളുടെ പ്രമേയം അതാണ്. സോ വൺസ് അഗൈൻ ദി mythological archetypes like battles between gods and demons, creation stories and cautionary tales regarding the abuse of technology from the technology form
the subject matter of our current cinema or films. The Disney Corporation has reinvented several childhood myths. You know, Disney Corporation installed by whom? Walt Disney. The Disney Corporation has reinvented several childhood myths. The 2010 British American fantasy adventure film. In 2010 there got released a British American collaborated fantasy film. Not only fantasy film, fantasy adventure film, The Clash of the Titans, is loosely based on the Greek myth of Perseus. The Greek myth of Theseus, the Minotaur, Titanomachy prevail in the 3D mythology fantasy film Immortals, which was released in the year 2011. You know, the Greek myths of Theseus and the Minotaur and Titanomachy prevail. The myths of all these gods prevail in the 3D mythology. There was a 3D mythology film which was released in the year 2011 titled Immortals. ആ ഇമ്മോർട്ടൽസിലെ കഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. തെസ്യൂസിൻ്റെയും മിനോട്ടറിൻ്റെയും ടൈറ്റനോമാക്കിയുടെയും കഥയാണ് പറയുന്നത്. അത് നല്ലൊരു മിത്തോളജിക്കൽ ഫിലിമിന് ഉദാഹരണമാണ് ഇമ്മോർട്ടൽസ്, വിച്ച് വാസ് റിലീസ്ഡ്. Ancient and medieval epics or epic tales like the Iliad and Odyssey. These two epics are by Homer. And Gilgamesh, the chosen deer Roland. These are medieval epic tales. Gilgamesh and chosen deer Roland are middle period. They are medieval epics, middle period epics. So ancient and medieval epics like the Iliad and Odyssey, Gilgamesh, the chosen deer Roland have contributed to the theme of modern movies. They have contributed, these epics or these epic tales have contributed much to the theme of the modern movies, theme of the modern cinemas. Oft repeated themes like the hero's life, the journey, the marriage of the fertility goddess, the epiphany of a god, the invention technology are passed on to generations through mythological movies. You know, see the oft means often repeated themes, വീണ്ടും ആവർത്തിച്ചു വരുന്ന recurring themes like the hero's life, നായകൻ്റെ ജീവിതം, the journey, അവൻ്റെ സ്വന്തം സ്വത്വത്തെ തേടിയോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും തേടിയുള്ള യാത്ര, the marriage of the fertility goddess, the epiphany of a god, ഒരു ദൈവത്തിൻ്റെ ഏതെങ്കിലും അത്ഭുത കൃത്യങ്ങൾ, and the invention of technology are passed into the generations through mythological movies. ഈ mythological moviesലൂടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തലമുറകളായിട്ട് കൈമാറപ്പെടുന്നത്. The Godfather, the American hit film, box office successful film, The Godfather, Jaws, Jaws, The Phantom of Opera, an olden film, and Let's See Come Home are some of the movies which are based on traditional myths. These films are also based on traditional myths. Which films? The Godfather, Jaws, The Phantom of Opera, Let's See Come Home are some of the movies which are based on traditional myths. The Godfather is based on the success myth. What do you mean by success myth? One of the principal components of the theogony in the presentation of succession myth.
ദൈവങ്ങളുടെ ജീനിയോളജി, ദൈവങ്ങളുടെ പിന്തുടർച്ചയെ കാണിക്കുന്ന ആ ഒരു മിത്താണ് സക്സഷൻ മിത്ത് എന്ന് പറയുന്നത്. വൺ ഓഫ് ദി പ്രിൻസിപ്പൽ കമ്പോണൻസ് ഓഫ് ദി തിയോഗണി ഇൻ ദി പ്രസൻറ്റേഷൻ ഓഫ് എ സക്സഷൻ മിത്ത്. ഇറ്റ് ടെൽസ് ഹൗ Cronus overthrew, the god Cronus overthrew Uranus. ക്രോണസ് എന്ന് പറയുന്ന ദൈവം എങ്ങനെയാണ് യുറേനസ് എന്ന് പറയുന്ന ദൈവത്തെ സ്ഥാനഭ്രഷ്ടനാക്കിയത്. ഹൗ ഇൻ ടേൺ സിയൂസ് ഓവർത്രൂ യുറേനസ്. പിന്നീട് സിയൂസ് എന്ന് പറയുന്ന ദേവൻ യുറേനസിനെ ഓവർത്രൂ ചെയ്തു. ഹി വാസ് ഓവർത്രോ, സിയൂസ് ഓവർത്രൂ യുറേനസ്. And finally, Zeus became the god of gods. അവസാനം സിയൂസ് ദേവാധിദേവനായി മാറി. And this theogony or this genealogy of gods is described in the poem which was written in 700 BC titled Hesiod. 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 Hesiod എന്ന് പറയുന്ന കവിതയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിത്ത് പോലെയാണ് ഗോഡ് ഫാദറിലെ സക്സഷൻ, പിന്തുടർച്ച, ഡോണിൻ്റെ പിന്തുടർച്ചയെ കാണിക്കുന്നത്. ഈ മിത്തിനെ, ഈ ഗ്രീക്ക് ദേവന്മാരുടെ പിന്തുടർച്ചയെ കാണിക്കുന്ന അതേ രീതിയിലാണ് ദി ഗോഡ് ഫാദർ എന്ന് പറയുന്ന ആ കഥയിൽ, അല്ലെങ്കിൽ മാരിയ പുസോയുടെ അതേ പേരിലുള്ള നോവലിലെ ഡോണായ ഗോഡ് ഫാദർ അറിയാമല്ലോ, ഇറ്റാലിയൻ അമേരിക്കൻ ക്രൈം ഫാമിലി സ്റ്റോറിയാണ് ഗോഡ് ഫാദർ. അതിൽ ഡോൺ വിലോ കോർലിയന് ശേഷം അദ്ദേഹത്തിൻ്റെ യങ്ങസ്റ്റ് സൺ മൈക്കിൾ. അപ്പോൾ വിലോ കോർലിയോണോട് അഭിനയിച്ചത് പ്രശസ്തനായ മർലൻ ബ്രാൻഡോ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മൈക്കിളായിട്ട് അഭിനയിച്ചത് പ്രശസ്ത നടൻ മെത്തേഡ് ആക്ടർ അൽപാച്ചിനോ ആയിരുന്നു. അപ്പോൾ മൈക്കിൾ വിലോ കോർലിയൻ എന്ന് പറയുന്ന ഡോണിനെ സക്സീഡ് ചെയ്യുന്നത് ഈ ഗ്രീക്ക് മിത്തോളജി എന്നെ അടിസ്ഥാനമാക്കിയാണ്. ഗ്രീക്ക് മിത്തോളജിക്കൽ സ്റ്റോറിയെ അടിസ്ഥാനമാക്കിയാണ്. സോ ദി ഗോഡ് ഫാദർ ഈസ് ബേസ്ഡ് ഓൺ സക്സഷൻ മിത്ത്. Loads and loads of movies have been inspired by Indian myths. ഇന്ത്യയിലെ മിത്ത് നമ്മുടെ ഏതാണ്ട് 5000 വർഷം പഴക്കമുള്ള നമ്മുടെ സംസ്കാരത്തെ വാർത്തെടുത്തതിലെ മിത്തുകളുണ്ടല്ലോ. ആ മിത്തുകൾ, അല്ലെങ്കിൽ നമ്മുടെ എപ്പിക്സായ രാമായണ മഹാഭാരതം, ഇവയിലുള്ള മിത്തുകളെ അടിസ്ഥാനമാക്കി എത്രയെത്ര സിനിമകളാണ് എത്രയെത്ര ലാംഗ്വേജസിൽ, ഹിന്ദിയിൽ മാത്രമല്ല റീജിയണൽ ലാംഗ്വേജിലും ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ മലയാളത്തിൽ തന്നെ ഈ മഹാഭാരതം, രാമായണം ഇവയെ അടിസ്ഥാനമാക്കി എത്രയെത്ര ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ചിലപ്പോൾ MTയുടെ രണ്ടാം ഊഴം, മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭീമസേനൻ്റെ കഥ പറയുന്ന രണ്ടാം ഊഴം, ഇറ്റ് മേ ബി ഓൾസോ ബി ഫിലിംഡ് സൂൺ. പെട്ടെന്ന് ഫിലിം പോർട്രേ ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ എത്രയെത്ര മിത്തുകളാണ് സിനിമയ്ക്ക് തീംസ് ആയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ. സോ മെനി മിത്സ്, എ ലോട്ട് ഓഫ് മിത്സ് have been there in Indian movies. See, a lot of movies have been inspired by Indian myths. Raja Harishchandra, which was released in 1913 and which is considered as the first feature film in India. The very first feature film in India is considered to be Raja Harishchandra, which was directed by DG Phalke or Dada Saheb Phalke. So it was a silent movie. It was directed and produced by Dada Saheb Phalke, and the story was based on the noble and righteous King Harishchandra, who sacrificed his kingdom, his wife, children, to honor the promise he gave to the great sage Vishwamitra. വിശ്വാമിത്രനോടുത്ത പ്രോമിസ് വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തെയും ഭാര്യയും കുട്ടികളിലേക്ക് ഉപേക്ഷിക്കുന്ന സത്യവാനായ, സത്യം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഹരിശ്ചന്ദ്രൻ. അപ്പോൾ സത്യം പറയുന്ന ആളെന്നുള്ളതിൻ്റെ ഒരു പര്യായമായി, സിനണിമായി മാറിയിട്ടുണ്ട് ഹരിശ്ചന്ദ്രൻ എന്നുള്ള വാക്കല്ലേ. ആ ഹരിശ്ചന്ദ്രൻ്റെ കഥയാണ് ഈ ആദ്യത്തെ ഇന്ത്യൻ ഫീച്ചർ ഫിലിമിലൂടെ ദാദാ സാഹിബ് ഫാൽക്കെ പറഞ്ഞത്. ദാദാ സാഹിബ് ഫാൽക്കെ പോർട്രേ ചെയ്ത അതായിരുന്നു. Then
Satyavan Savitri or Savitri Satyavan. It was another film by Dada Saheb Phalke. Langadahan, another film by him. Sri Krishna Janmam, Kaliya Mardan, Bhakta Prahlada were some of other mythological movies. These are some other mythological films based on the Ramayana and the Mahabharata. These films are based on the myths taken from the Ramayana and the Mahabharata, the great epics in India. So we can say that Satyavan Savitri, Langadahan, then Sri Krishna Janmam, Kaliyamardan, Bhakta Prahlada were some other mythological films based on the Ramayana and the Mahabharata. Maniratnam's Ravan, which was released in 2010. Ravan, it was an adapted version of the Ramayana. രാമായണത്തിൻ്റെ കഥയാണ്. അതിൽ രാമായണത്തിൽ സീതയെ രാവണൻ കട്ടുകൊണ്ടു പോകുന്ന പോലെ നമ്മുടെ വിക്രത്തിൻ്റെ ക്യാരക്ടർ ഐശ്വര്യയെ തട്ടിക്കൊണ്ടു പോകുന്നു. ഭർത്താവ് പോലീസ് ഓഫീസറായ പൃഥ്വിരാജ് ഭാര്യയെ അന്വേഷിച്ച് പോകുന്നു, വീണ്ടെടുക്കുന്നു. ഇതായിരുന്നു അതിലെ രാവൺ എന്ന് പറയുന്ന തമിഴ് സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത്. അതും ഈ നമ്മുടെ രണ്ടാം മുഴുത്തിൻ്റെ കാര്യം പറയുന്ന പോലെ ഇത് മോഡേൺ വേർഷനാണ്, ഒരു മോഡേൺ അഡാപ്റ്റേഷനാണ്. രാമായണത്തിൻ്റെ ഒരു മോഡേൺ അഡാപ്റ്റേഷൻ എന്ന് വിളിക്കാം. രാവൺ 2010 റിലീസ് ചെയ്ത മണിരത്നത്തിൻ്റെ, ഹു ഈസ് ദി ഫിലിം മേക്കർ, ഹു ഈസ് ദി ഫിലിം ഡയറക്ടർ, മണിരത്നത്തിൻ്റെ രാവണിനെ നമുക്ക് വിശേഷിപ്പിക്കാം. So Maniratnam's Ravan, which was released in 2010, could be cited as a mythological film loosely adapted on the Ramayana. Then Hollywood films, Hollywood movies like Black Orpheus, My Fair Lady, which was released in the year 1964, My Fair Lady. It is meant for your case study. You have to study it. You have to make an appreciation of the film. My Fair Lady, Oedipus the King, which was released in the year 1968. Troy, about the Troy which was burned in the Trojan War. The Troy, the film released in the year 2004, are based on traditional myths. These films are also based on traditional myths. So these are mythological films. Listen to this video, watch this video carefully and understand all these things. Okay, with this, the film genres have come to an end.